മതേതര വിശ്വാസികൾ ഞങ്ങൾക്ക് പിന്തുണ നൽകി വെറും 13 ദിവസം മാത്രം ഒരു സംഘടന അല്ല, അതുതന്നെ ഒരു സോഷ്യൽ സംഘടന രൂപീകരിച്ചിട്ട് 13ാമത്തെ ദിവസം തെരഞ്ഞെടുപ്പ് കളരിയിലേക്ക് ഇറങ്ങിയ ഞങ്ങൾക്ക് വലിയ ജനകീയ പിന്തുണ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. 3920 വോട്ട് ചേലക്കരയെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ നിന്ന് ഞങ്ങൾക്ക് പിടിക്കാൻ കഴിഞ്ഞു എന്നത് കഴിഞ്ഞ 2.5-3 മാസമായി ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പിണറായിസത്തിനെതിരെയുള്ള വോട്ടാണ്. ഈ ഗവൺമെന്റിന്റെ പല ചെയ്തികളും ബഹുജന സമക്ഷത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ 2.5 മാസത്തിനിടക്ക് എനിക്ക് സാധിച്ചു. ഞങ്ങൾ ഉയർത്തിയ ആശയങ്ങളോട് ഞങ്ങൾ ഈ ഗവൺമെന്റിനെതിരെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ ശരിവെക്കുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് ഇവിടെ 3 സ്ഥലങ്ങളിലും, ചേലക്കരയിലും പാലക്കാടും അതുപോലെ തന്നെ വയനാടിലും പ്രതിഫലിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരിക്കൽ കൂടി ചേലക്കരയിലെ ജനങ്ങൾക്ക്, വോട്ടർമാർക്ക് DMK-യുടെ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുകയാണ്. ഇപ്പോൾ ചില ചർച്ചകളൊക്കെ ഞാൻ കണ്ടു. ഞങ്ങൾ പിടിച്ച വോട്ട് 4000 വോട്ട് മതിയായില്ല എന്ന നിലക്ക്. അപ്പോൾ എനിക്കതിൽ പറയാനുള്ളത്, കേരളത്തിന്റെ രാഷ്ട്രീയം ഇപ്പോൾ പരിശോധിച്ചാൽ കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഒറ്റക്കൊറ്റക്ക് മത്സരിച്ചാൽ ഈ 3920 വോട്ട് പിടിക്കാൻ ശേഷിയുള്ള എത്ര പാർട്ടികളുണ്ട് എന്ന് ഇപ്പോൾ ഈ വിമർശിക്കുന്നവർ ആലോചിക്കേണ്ടതുണ്ട്. ഒന്ന് CPM, ഒന്ന് കോൺഗ്രസ്, ഒന്ന് BJP. ഈ 3 രാഷ്ട്രീയ പാർട്ടികൾ കഴിഞ്ഞാൽ ഈ 140 മണ്ഡലത്തില് ഈ പറയുന്ന വോട്ട് പിടിക്കാൻ ശേഷിയുള്ളവർ എത്ര പേരുണ്ട്? നമുക്ക് ഓരോന്നും ചെറുതായിട്ട് പരിശോധിക്കാം. CPI തന്നെ നമുക്ക് ആദ്യം എടുക്കാം ഒരു ഉദാഹരണമായിട്ട്. CPI ഈ 140 മണ്ഡലങ്ങളിൽ മത്സരിക്കുകയാണെങ്കിൽ ഒരു 20 മണ്ഡലത്തിലപ്പുറം ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ 1000-ത്തിനപ്പുറം വോട്ട് കിട്ടുമോ അല്ലെങ്കിൽ 2000 വോട്ട് കിട്ടുമോ എന്ന് കേരള ജനതക്കറിയാം. അതിന്റെ ഏറ്റവും വലിയ തെളിവ് 2011 ഇവിടെ ഏറനാട് ഞാൻ മത്സരിക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോട് കൂടിയിട്ടാണ് യഥാർത്ഥത്തിൽ അന്ന് LDF സ്ഥാനാർത്ഥിയായിട്ടാണ് CPIയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. ഒരു വിഭാഗം CPMമാർ അവരെ കൂടെ ഉണ്ട്. എന്നിട്ട് അവർക്ക് കിട്ടിയ വോട്ട് 2400 വോട്ടാണ്. ഇവിടെ കേരള കോൺഗ്രസ് മാണി ഇവിടെ മത്സരിക്കുകയാണെങ്കിൽ എത്ര സീറ്റിൽ ഈ 3900 വോട്ട് കിട്ടും? ഒരു 10 സീറ്റിൽ അല്ലെങ്കിൽ ഒരു 15 സീറ്റിൽ, അതിന്റെ അപ്പുറം ഉണ്ടാവില്ലല്ലോ. മുസ്ലിം ലീഗ് കേരളത്തിലെ 4ാമത്തെ വലിയ പാർട്ടി എന്ന് പറയാം. ഒരു 10, 30, 40 സീറ്റിൽ അവർക്ക് നല്ല വോട്ട് കിട്ടിയേക്കാം. അതിനപ്പുറമുള്ള ഒരു 100 സീറ്റ് പരിഗണിച്ചാൽ ഈ വോട്ട് കിട്ടുന്ന എത്ര മണ്ഡലങ്ങൾ ലീഗിനുണ്ടാവും? അങ്ങനെ കേരളത്തിന്റെ ഓരോന്നും പരിശോധിച്ചാൽ, ഇപ്പോ LDF-ലായാലും UDF-ലായാലും ഘടകകക്ഷികളെ പരിശോധിച്ചാൽ എത്ര വോട്ടാണ് അവർക്കുള്ളത്? അവർ 2-3 മണ്ഡലത്തിൽ, അതിലപ്പുറം ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും 10-13 ദിവസം മാത്രമായ ഒരു സോഷ്യൽ സംഘടന, ഞങ്ങൾക്ക് നിയോജക മണ്ഡലം കമ്മിറ്റി ഇല്ല, പഞ്ചായത്ത് കമ്മിറ്റി ഇല്ല, ബൂത്തുകളില്ല, ബൂത്തിൽ പ്രവർത്തിക്കാൻ ആളില്ല. ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഈ വിഷയം എങ്ങനെ ഏറ്റെടുക്കുന്നു എന്നറിയാൻ തന്നെയാണ് ഞങ്ങൾ നടത്തിയ പോരാട്ടം. ആ പോരാട്ടത്തിന് വലിയ രീതിയിലുള്ള പിന്തുണ കിട്ടിയതാണ്. ഞങ്ങളെ സംബന്ധിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു സ്വാധീനവും ഇല്ലാത്ത ഒരു പ്രദേശമാണ് ചേലക്കര. നിങ്ങൾക്കറിയാം, ഇത് മലപ്പുറത്തോ കോഴിക്കോടോ കണ്ണൂരോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇതിന്റെ ചിത്രം വേറെയാകുമായിരുന്നു. കൃത്യമായ രാഷ്ട്രീയ ആശയത്തിന് മാത്രം കിട്ടിയ വോട്ടുകളാണ് ചേലക്കരയിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഞങ്ങളെ പാർട്ടിയെക്കുറിച്ച് വലിയ വിമർശനം നടത്തുന്നവരൊക്കെ പറയുന്നത് PC ജോർജ് പാർട്ടി ഉണ്ടാക്കിയിട്ട് എന്തായി എന്നാണ് ചോദ്യം. എനിക്ക് അവരോട് പറയാനുള്ള മറുപടി, 2015 അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിലാണ് ഈ പറയുന്ന PC ജോർജിന്റെ പാർട്ടി ഒരു മുന്നണിയായി ആന്റി കറപ്ഷൻ ഡെവലപ്മെന്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 90ഓളം ജാതി മത സംഘടനകളെ ഒരുമിച്ച് നിർത്തിയിട്ടാണ് അന്ന് അദ്ദേഹം അവിടെ മത്സരത്തെ നേരിട്ടത്. സ്ഥാനാർത്ഥി ആരാക്കണമെന്ന് നോക്കാൻ വേണ്ടി റഫറൻഡം നടത്തിയാൽ അന്ന് 4000 ആളുകൾ പങ്കെടുക്കുമെന്നാണ്. പക്ഷെ വോട്ട് എണ്ണിയപ്പോൾ എത്രയല്ലത്? 1296 വോട്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഒരു രാഷ്ട്രീയ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇപ്പൊ ചേലക്കരയിൽ തന്നെ ഞങ്ങൾ പരിശോധിക്കൂ, 39,600 വോട്ടുണ്ടായിരുന്നു സഖാവ് രാധാകൃഷ്ണന്. എങ്ങനെ ഈ 12,000-ലേക്ക് കുറഞ്ഞത്? 44,000 വോട്ടുണ്ടായിരുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് 52,000 വോട്ടായിട്ട് അവിടെ ഉയർന്നു.
ഏകദേശം 8,000 വോട്ട് CPM നിന്ന് ആര് പിടിച്ചു? ഈ പറയുന്ന UDF സ്ഥാനാർത്ഥി പിടിച്ചു. BJPക്ക് ഏകദേശം 9,000 ചില്ലാനം വോട്ടിന്റെ ഭൂരിപക്ഷം വർദ്ധിച്ചിട്ടുണ്ട് അവിടെ. അതായത് കഴിഞ്ഞ പ്രാവശ്യം 24,045 വോട്ടാണ് BJPയുടെ സ്ഥാനാർത്ഥിക്ക് 2021 നിയമസഭയിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ അത് 33,604 എന്ന് പറഞ്ഞാൽ 9,564 വോട്ടിന്റെ വർധനവ് BJPക്ക് ഉണ്ടായി. ഇത് എന്ത് വോട്ടാണ്? ഇത് BJPയോടുള്ള മമതയോടുള്ള വോട്ടല്ല. ഇത് ഈ ഗവൺമെന്റിനെതിരെ, പിണറായിസത്തിനെതിരെയുള്ള വോട്ടാണ്. ആ വോട്ട് തന്നെയാണ് 8,000 വോട്ട് കോൺഗ്രസിന്റെ UDF സ്ഥാനാർത്ഥിക്ക് വർദ്ധിച്ചിട്ടുള്ളത്. ആ വോട്ടിൽ തന്നെയാണ് ഒരു വലിയ വിഭാഗം 3,920 വോട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആന്റി പിണറായിസം ചേലക്കരയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ജയിക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അതിൽ വലിയ വോട്ടുകൾ മൂന്നായിട്ട് മാറി. ഒരു പെർസെന്റേജ് ഞങ്ങൾക്ക് വന്നു, ഒരു പെർസെന്റേജ് UDFിലേക്ക് പോയി, ഒരു പെർസെന്റേജ് BJPയിലേക്ക് പോയി. അപ്പൊ ഇതാണ് കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ ചിത്രം. അതുപോലെ തന്നെ നിങ്ങൾ പാലക്കാട് പരിശോധിക്കൂ. ഞങ്ങൾ പിന്തുണ നൽകിയിട്ടുള്ള പാലക്കാട് അപ്രതീക്ഷിതമായിട്ടുള്ള ഏറ്റവും ചുരുങ്ങിയത് ഒരു 4,000 വോട്ട് DMKക്ക് പാലക്കാട് ഉണ്ടല്ലോ. എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണല്ലോ. ആ വോട്ട് മുഴുവൻ അങ്ങോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് 17,000 18,000 വോട്ടിലേക്ക് അവിടെ ഉയരാൻ സാധ്യത. ഇനിയിപ്പോ നിങ്ങളിപ്പോ ഈ വയനാട് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇത് ഫൈനലായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയ ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടിയിട്ടുണ്ടാവുക നിലമ്പൂരും വണ്ടൂരും ഏറനാടുമാണ്. ഇത് ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ടും രാഷ്ട്രീയമായിട്ടും സ്വാധീനമുള്ള മണ്ഡലങ്ങൾ കണക്ക് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഞങ്ങൾ ഇടപെട്ടെടുത്തെല്ലാം ആന്റി പിണറായിസം നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഈ രാഷ്ട്രീയം തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിശക്തമായി 140 മണ്ഡലങ്ങളിലും കമ്മിറ്റികൾ ഉണ്ടാക്കി, നിയോജകമണ്ഡലം കമ്മിറ്റികൾ, പഞ്ചായത്ത് കമ്മിറ്റി, വാർഡ് തല കമ്മിറ്റികൾ ഒരു വർഷം കൊണ്ട് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റം ഞങ്ങൾ രാഷ്ട്രീയമായി നടത്തും. അതിന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഊർജമാണ് ഇപ്പോൾ ഈ DMKയുടെ തെരഞ്ഞെടുപ്പ് റിസൾട്ട്. പാലക്കാടാണെങ്കിലും വയനാട്ടിലാണെങ്കിലും ഭൂരിപക്ഷം വർദ്ധിച്ചത് DMKയുടെ കൂടി പിന്തുണകൊണ്ടാണ് എന്നാണ് പറയുന്നത്. അതെ, ഇതില് അങ്ങയുടെ LDFന്റെ ഭാഗത്തുനിന്നാണ് UDFന്റെ ഭാഗത്താണ് അങ്ങയുടെ പാർട്ടിയിലേക്ക് നമ്മൾ ഈ വോട്ട് വരുന്നത് ഏകദേശം 80% CPM നിന്നും ഇടതുപക്ഷത്തു നിന്നുമാണ്. 80% ഓഫ് വോട്ടേഴ്സ് സപ്പോർട്ടിങ് DMK ഫ്രം LDF. അതിനൊരു തർക്കമില്ല. അത് ആന്റി പിണറായിസം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പിണറായിസത്തെ ഇനിയും ആ സംവിധാനത്തെ തുടരാനാണ് CPM ഉദ്ദേശിക്കുന്നതെങ്കിൽ മുഖ്യമന്ത്രിയെ ആ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാന്യമായിട്ട്, ഇപ്പൊ യെച്ചൂരിയുടെ ഒരു പോസ്റ്റ് ഒഴിവുണ്ടല്ലോ, പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി, അത്തരം ഒരു സ്ഥാനത്തേക്ക് മാന്യമായി അദ്ദേഹത്തെ മാറ്റിയിട്ട് കേരളത്തിലെ CPM ഇന്നത്തെ ഭരണ സംവിധാനത്തില് വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ലെങ്കിൽ വരാനിരിക്കുന്ന 2026 തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് CPMനെ സംബന്ധിച്ച് മറ്റൊരു പശ്ചിമ ബംഗാളായിരിക്കും എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് ആ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പാലക്കാട്ട് കോൺഗ്രസിനെ ചൊല്ലി വലിയ വിവാദങ്ങളുണ്ടായിരുന്നു. അപ്പോ അവിടെ രാഹുൽ വിജയിക്കുന്ന സാധ്യതയുണ്ട്. താങ്കൾ തന്നെ പറഞ്ഞിരുന്നത് കോൺഗ്രസ് അവിടെ കാര്യമായി പ്രവർത്തിക്കുന്നില്ല, ഇങ്ങനെ പോയാൽ അവിടെ തോൽവി സംഭവിക്കുമെന്ന് പറഞ്ഞു. അത് പറഞ്ഞിരുന്നത് വാസ്തവമാണ്. അതിനുശേഷം കോൺഗ്രസിന്റെ നേതാക്കന്മാരായിട്ട് സംസാരിച്ചല്ലോ. അതിനുശേഷം അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും പറഞ്ഞു തീർത്തു. വളരെ ശുഷ്കാന്തിയോട് കൂടിയിട്ട് കഴിഞ്ഞ ഒരാഴ്ചയാണല്ലോ കോൺഗ്രസ് അതിശക്തമായി പ്രവർത്തിച്ചത്. അതിന്റെ കൂടെ റിസൾട്ടാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ വസ്തുതകളാണ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തത്. നമ്മൾ വെറുതെ പറയല്ലേ ഏത് പഞ്ചായത്തിലാണ് പ്രശ്നം, എവിടെയാണ് കോൺഗ്രസിന്റെ ഇന്റേണൽ പ്രോബ്ലംസ് എന്നുള്ളത് നമ്മളുടെ അറിവുകൾ നമ്മൾ നേതാക്കന്മാരുമായിട്ട് കൺവേ ചെയ്തിരുന്നു. അവരത് ഇടപെട്ടു, അതിനനുസരിച്ചുള്ള റിസൾട്ട് ഉണ്ടായി. പിന്നെ പാലക്കാടിനെ സംബന്ധിച്ച് നമുക്കറിയാം, കേരളത്തിലെ പൊതുസമൂഹം എടുത്ത നിലപാട് ആന്റി ഫാസിസമാണ്, ആന്റി RSS ആണ്, ആന്റി വർഗീയതയാണ്. അതുകൊണ്ട് തന്നെയാണ് വേറെ ഒരു കാര്യവും ആലോചിക്കാതെ അവിടെ ആ രീതിയിൽ വോട്ടുകൾ വന്നത്. അവസാനമായിട്ട് ക്രിസ്ത്യൻ വോട്ടുകൾ ഒരുമിച്ച് ഇതാ കോൺഗ്രസിലേക്ക് BJPയിലേക്ക് പോകുന്നു എന്ന വാർത്തകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതൊന്നും ഒരു അടിസ്ഥാനപരമായിരുന്നില്ല എന്ന് ഇപ്പൊ പാലക്കാട് തെരഞ്ഞെടുപ്പ് തെളിയിച്ചിരിക്കുകയല്ലേ. DMK പ്രവർത്തകർ അവസാന ഘട്ടത്തിൽ വളരെ സജീവമായിട്ട് മിൻഹാജ് അടക്കം നിങ്ങൾക്കറിയാം പല ബൂത്തുകളിലും ഭക്ഷണം വരെ എത്തിച്ചു കൊടുത്തത് DMKയുടെ പ്രവർത്തകര് നമ്മുടെ സ്ഥാനാർത്ഥിയായിരുന്ന മിൻഹാജിന്റെ നേതൃത്വത്തിൽ. നിങ്ങൾ പലരും അത് റിപ്പോർട്ട് ചെയ്താണല്ലോ.
ചേലക്കര അങ്ങ് എത്ര വോട്ടായിട്ട് പ്രതീക്ഷിക്കുന്നു? നമ്മൾ 5000 വോട്ട് പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടായിരുന്നു നമ്മൾ പോരുന്നത്. ഒരു 5000 എങ്കിലും പിടിക്കണം. അത് 3920 നിന്നും ഒരു 1000 വോട്ടിന്റെ കുറവ് വന്നു. ആ സത്യത്തിൽ അതിലേറെ വോട്ട് നമുക്ക് കിട്ടുമായിരുന്നു. എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ പാലക്കാട് തെരഞ്ഞെടുപ്പ് ഒരാഴ്ച നീണ്ടപ്പോൾ പാലക്കാട് ഉണ്ടായിരുന്ന മുഴുവൻ നേതാക്കളും UDFന്റെയും LDFന്റെയും നേതാക്കൾ, പ്രത്യേകിച്ച് LDFന്റെ നേതാക്കന്മാര് ഒരാഴ്ചയിലധികം ഈ പറയുന്ന ചേലക്കരയിൽ വന്നിട്ട് ഞങ്ങളെ ഡിഫെൻഡ് ചെയ്യാനാണ് നോക്കിയത്. ഓരോ വീടുകളും കയറി ഇറങ്ങി ആ വോട്ടുകൾ തടുക്കാനുള്ള വലിയ ശ്രമം നടത്താൻ LDFന് സാധിച്ചു, ഇലക്ഷൻ നീണ്ടതുകൊണ്ട്. അല്ലെങ്കിൽ ഒരു 7000 വോട്ടിലേക്ക് ഞങ്ങൾ എത്തുന്ന രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ പ്രതിപക്ഷമായിട്ട് സഹിച്ചാണ് ഇപ്പൊ മുന്നോട്ട് പോയത് പാലക്കാട്. ഇനി എങ്ങനെ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിച്ചത്? അല്ല, നമ്മുടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞല്ലോ, ഞങ്ങൾ ഉയർത്തിയ ആന്റി പിണറായിസം, ആന്റി ഫാസിസം, ഈ 2-3-4 വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് നമ്മൾ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരെ. ആ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ ഈ ഒരു വർഷക്കാലത്തിനിടക്ക് പാർട്ടി എത്രത്തോളം ശക്തിപ്പെടുത്താൻ സാധിക്കുമോ ആ ഒരു സമയത്തുള്ള രാഷ്ട്രീയ സാഹചര്യം ആലോചിച്ചുകൊണ്ട് നമ്മൾ ഈ പറയുന്ന ആന്റി നെക്സസ് പൊളിറ്റിക്സുമായിട്ട് മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് പൊതുവായിട്ട് തീരുമാനമെടുത്തിട്ടുള്ളത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സജീവമായിട്ട് DMK സ്ഥാനാർത്ഥികളെ പ്രതീക്ഷിക്കാം. 14 ജില്ലയിലും വളരെ സജീവമായിട്ടുണ്ടാവും. അതിന്റെ പ്രചോദനമാണല്ലോ ഈ 4000 വോട്ട് എന്ന് പറയുന്നത്. ഇത്രയും നിങ്ങൾക്കറിയാം, LDFന് 98 MLA-മാര്, അതിൽ 10-21 മന്ത്രിമാര്, 10-20 8-10 MP-മാര്. കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള 10-40 MLA-മാര്, 10-20 MP-മാര്. BJPയെ സംബന്ധിച്ച് വലിയ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ ഇവരെല്ലാം കൂടെ ചവിട്ടി മെതിച്ച, എന്താ പറയാ, ഒരു ഇഞ്ച് നീങ്ങാൻ ഗ്യാപ്പില്ലാത്ത മണ്ഡലത്തിൽ നിന്നാണ് ഈ 3920 വോട്ട് വാങ്ങുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ രാഷ്ട്രീയമല്ലല്ലോ. നിങ്ങൾ 2000 മുമ്പുള്ള തെരഞ്ഞെടുപ്പ് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇവിടെ കുറെ പാർട്ടികൾ ഉണ്ടായിരുന്നല്ലോ. അവരൊക്കെ സിംഗിൾ ആയിട്ട് മത്സരിക്കുമ്പോൾ അറിയാം, 100 വോട്ട് കിട്ടാൻ ഒരു മണ്ഡലത്തിൽ കിട്ടാൻ ഗതിയില്ലാത്ത ഘടകകക്ഷികള് കോൺഗ്രസിന്റെ കൂടെയുണ്ട്, ഈ പറയുന്ന LDFിലുണ്ട്. 100 വോട്ട് ഒരു മണ്ഡലത്തിൽ കിട്ടാത്തവരാണ് മഹാഭൂരിപക്ഷം. 500 വോട്ട് രേക്കാൻ കഴിയില്ല. അവിടെയാണ് ഒരു കൊട്ടൻ പാറപ്പുറത്ത് CPM-ന്റെ ഉരുക്ക് കോട്ടയിൽ 40,000 വോട്ട് ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലത്തില് ഈ രീതിയിൽ ഒരു മുന്നേറ്റം നടത്താൻ സാധിച്ചുവെങ്കിൽ അതൊരു ചെറിയ കാര്യമായിട്ടല്ല, വലിയ കാര്യമായിട്ട് തന്നെയാണ് കേരള ജനത കണക്കാക്കുന്നത്. അംഗീകാരമുള്ള 3900 വോട്ടുകൾ, ഈ ഒരു സ്വാധീനം അത് പിണറായിക്കെതിരെയുള്ള പോരാട്ടമാണെന്ന് പറയുമ്പോൾ UDFുമായി സഹകരിക്കുന്നതിന് ഒരു സാധ്യത നിലവില്ല. അല്ല, സാധ്യതയെ കുറിച്ച് നമ്മളിപ്പോ എന്താ അറിയോ, നാളെ വരാൻ പോകുന്ന ഒരു അലയൻസിനനുസരിച്ച് നമ്മളെ രാഷ്ട്രീയം ചാഞ്ഞും ചെരിഞ്ഞും പറയാനൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയം അതിശക്തമായിട്ട് പറയുക തന്നെയാണ്. ഇനി ഞങ്ങൾ ഇടപെടാൻ പോകുന്നത് ഇവിടുത്തെ ജപ്തി നടപടികൾ